മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഇതുപോലത്തെ സ്ട്രിപ്പ് വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് വൈറ്റ് ഷീറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലൊരു ട്രീയുടെ ഒരു പിക്ചർ വരയ്ക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് സ്കെച്ച് പേന കൊണ്ട് വരയ്ക്കാം, പെയിൻറ്റ് ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് വെച്ച് നല്ല രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് ബ്രാഞ്ചസൊക്കെ വരയ്ക്കുക. നമ്മുടെ കടകളിലെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റായിട്ടിരിക്കുന്ന ഇതുപോലത്തെ മെഡിസിൻസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമ്മൾ ആ മെഡിസിൻ്റെ കവർ നമ്മൾ ആ ഓവൽ ഷേപ്പിൽ വെട്ടിയെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു മെഡിസിൻ്റെ കവർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓവൽ ഷേപ്പിൽ നമ്മളത് വെട്ടിയെടുത്തിട്ട് പശ കൊണ്ടോ പശ കൊണ്ട് ഒട്ടിക്കില്ലെങ്കിൽ ഗ്ലൂ ഗൺ കൊണ്ടോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഒട്ടിക്കുക. പശ കൊണ്ടും ഒട്ടുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ശരിക്കും ഇത് ഒട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാട്ടോ. ഇതധികം സമയവും നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 5 കൂടി പോയാൽ 5 മിനിറ്റ് ഒട്ടിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നു, ആ ഒരു ടൈം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു പെയിൻ്റ് അടിക്കുക. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെയിൻ്റ് അടിക്കുക. ഞാനിവിടെ ഓറഞ്ചും റെഡും യെല്ലോയുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം, ഗ്രീനോ അങ്ങനെ ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. നമുക്ക് മിക്സ് ചെയ്തുള്ള കളേഴ്സിൻ്റെ അതും വേണമെങ്കിൽ നമുക്ക് അടിക്കാം. മൾട്ടിപ്പിൾ കളേഴ്സും ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കുക. ഒരു 2 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ഉണക്കിയിട്ട് നമ്മൾ സ്കെച്ച് പേന കൊണ്ട് അതിന് ചുണ്ടും കാര്യങ്ങളും മറ്റുമൊക്കെ വരയ്ക്കുക. ചുണ്ടും തൂവലും അതൊക്കെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ബോർഡറൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇല്ലായിരുന്നു കേട്ടോ, അത് തീർന്നിരിക്കുകയാണെങ്കിൽ വാങ്ങിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ബോർഡർ വരയ്ക്കാൻ ഞാനിപ്പോൾ റെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം വേറെ ഏത് കളർ വേണമെങ്കിലും ബോർഡറിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ബോർഡറൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചുണ്ടും കാര്യങ്ങളും മറ്റും വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഒരു കിളിയെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.